ഈ ആവശ്യം കേട്ടാൽ തന്നെ നിങ്ങളിപ്പോൾ ഞെട്ടും. അതായത് ഇതിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഇതിനകത്ത് ഇല്ലാത്ത ഫീച്ചറുകളൊന്നുമില്ല, സത്യസന്ധമായിട്ട് പറയാം. ഇനി അതിലും ഞെട്ടാൻ തയ്യാറായിക്കോളൂ. കാരണം നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഇതുവരെ ഒരുപാട് ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത്തരം ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് നിരവധി ഫീച്ചറുകളുള്ള, അതുപോലെ പ്രൈസിങ്ങിലും മികച്ച നല്ല ഒരു പ്രൈസുള്ള, അതായത് ഇതിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും, ഇതിൻ്റെ ഫീച്ചറുകൾ നിങ്ങൾ കേട്ടാൽ അതിലും നിങ്ങൾ ഞെട്ടും. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഓരോ ഫീച്ചറുകൾ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇത് പെട്ടെന്നൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം ഇതിൻ്റെ ഫീച്ചറുകൾക്കാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം അത്രയധികം ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റാണ് എൽ ജിയുടെ ടോൺ ഫ്രീ FP9 എന്ന മോഡൽ. അപ്പോൾ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇത് ഇംഗ്ലീഷിലേക്ക് ഭയങ്കര ടോപ്പ് യൂട്യൂബേഴ്സൊക്കെ അൺബോക്സ് ചെയ്ത് പ്രോഡക്റ്റിനെ കുറിച്ച് റിവ്യൂ ചെയ്ത ഒരു പ്രോഡക്റ്റാണ്. ഇത് മത്സരിക്കുന്നത് യഥാർത്ഥത്തിൽ ആപ്പിളിൻ്റെ എയർപോഡും ഒക്കെ ആയിട്ടാണ്. അതുക്കും മേലെ എന്നൊക്കെ പറയാവുന്ന ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റാണ് എൽ ജിയുടെ ടോൺ ഫ്രീ FP9. ഇതിൻ്റെ ബോക്സിനകത്ത് ഇതേ ഇരിക്കുന്നു നമ്മുടെ അടിപൊളി കേട്ടോ, നല്ല കോമ്പാക്റ്റ്, നല്ല വൈറ്റ് കളർ, നല്ല ഭംഗി, ഒറ്റ വാക്കിൽ എങ്ങനെ പറയാം. ഇതിനകത്ത് അഡീഷണൽ ആക്സസറീസിനകത്ത് ഇരിക്കുകയാണ് കാര്യങ്ങൾ. ഇവിടെ ഒരു സാധാരണ ചാർജ് ചെയ്യാനായിട്ടുള്ള USB Type-C ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഒരു 3.5 mm to Type-C കേബിൾ കൊടുത്തിട്ടുണ്ട്. അതായത് എന്താണ് ഇതിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ, ഈ ആവശ്യം കേട്ടാൽ തന്നെ നിങ്ങളിപ്പോൾ ഞെട്ടും. ഇപ്പോൾ നമ്മളൊരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനിരിക്കട്ടെ, ആ ഫ്ലൈറ്റിൽ ചിലപ്പോൾ സ്ക്രീൻ വെച്ചിട്ട്, ഡിസ്പ്ലേ വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ മൂവിയൊക്കെ കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ആ ഡിസ്പ്ലേയിൽ നിന്ന് നമുക്ക് മൂവി കാണണമെങ്കിൽ ഫ്ലൈറ്റിൽ കൊടുക്കുന്ന സാധാരണ ഹെഡ്സെറ്റ് നമ്മൾ ഉപയോഗിക്കണം. കാരണം അതിനകത്ത് 3.5 mm കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത്. അതിനകത്ത് ബ്ലൂടൂത്ത് ഒന്നുമില്ല. അത്തരം ഡിസ്പ്ലേയിലൊക്കെ നമുക്ക് 3.5 mm ഈ കേബിൾ, ഈ കാണുന്ന പർട്ടിക്കുലർ കേബിൾ നമ്മൾ കൊണ്ടുപോയി ആ ഒരു ഡിസ്പ്ലേയിൽ കണക്ട് ചെയ്യുകയും ഇതിൻ്റെ മറ്റേ Type-C എൻഡ് കൊണ്ടുവന്ന് ഈ ചാർജിങ് കേബിളിൽ കണക്ട് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിൽ നിന്ന് പരിചയപ്പെടുന്ന ഈ ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഹെഡ്സെറ്റും ഈ ചാർജിങ് കേബിളും കൂടെ തമ്മിൽ കണക്ട് ചെയ്ത് പെയറായി ആ ഒരു ബ്ലൂടൂത്ത് ഇല്ലാത്ത ഡിസ്പ്ലേയിലുള്ള വോയിസ് നമുക്കിതുവഴി കേൾക്കാം. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഗെയിമിംഗ് കൺസോളുകളൊക്കെ ഉണ്ട്, അതിനൊന്നും ബ്ലൂടൂത്ത് സപ്പോർട്ടില്ല. അതിലൊക്കെ 3.5 mm കേബിൾ കണക്ട് ചെയ്യാൻ മാത്രമേ പറ്റൂ. അതിൽ കൊണ്ടുപോയി ഈ കേബിൾ കണക്ട് ചെയ്ത് ഈ ചാർജിങ് കേസും കൂടെ അതിൽ കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് വയർലെസ്ലി ഈ ഹെഡ്സെറ്റ് അതിനകത്തും ഉപയോഗിക്കാം. ഈ ഒരു ഫീച്ചർ സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഒരു ഹെഡ്സെറ്റിലും, നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഒരു ഹെഡ്സെറ്റിലും ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഫീച്ചർ വരുന്നത്. അത് മാത്രമല്ല, നിരവധി ഫീച്ചറുകൾ വേറെയുമുണ്ട്. അതുപോലെ ഇത് എക്സ്ട്രാ ഇയർ ടിപ്പുകളുണ്ട്. ഇയർ ടിപ്പും അല്ല, ഇയർ ജെൽ എന്നാണ് പറയുന്നത് ഇതിനകത്തുള്ള. അത്രയും സോഫ്റ്റാണ്. മാത്രമല്ല ഇത് മെഡിക്കേറ്റഡ് ഒക്കെയാണ്. നമ്മുടെ ചെവിക്കകത്തൊന്നും ഫംഗസ് അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നും വരുന്നില്ല. യാതൊരു ഇറിറ്റേഷൻ വരാത്ത തരത്തിലുള്ള ജെല്ലാണ്, ഇയർ ജെല്ലാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ഹെഡ്സെറ്റാണ്. അതിലേക്കൊക്കെ വരാം. ഇതിൻ്റെ യൂസർ മാനുവലും വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വാങ്ങുന്ന ഒരു ഫ്രീ ആയിട്ട് ഇതിൻ്റെ ഒരു കേസ് കൂടെ, ഈ ഒരു ചാർജിങ് കേസിന് വേണ്ടി കൊടുക്കാനായിട്ടുള്ളൊരു കേസ് കൂടെ LG നൽകുന്നുണ്ട്. ഇതാണ് ആ ഒരു കേസ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ചാർജിങ് കേസ് നമുക്ക് ഇതിനകത്തിട്ട് അതിനൊരു കവർ പോലെ ഇട്ട് ഉപയോഗിക്കാം. നല്ല ലുക്കായില്ലേ? ഓക്കെ, അപ്പോൾ അത് ഫ്രീ ആണ്. എനിവേ, നമുക്ക് ആ ചാർജിങ് കേസിൽ നിന്നും നമ്മളുടെ യഥാർത്ഥ കക്ഷിയെ പുറത്തേക്ക് എടുക്കണം അല്ലേ. ഇവിടെ ടോൺ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ബട്ടൺ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഈ ബട്ടണിനാണ് നമുക്ക് ഈ പറഞ്ഞ 3.5 mm to Type-C കേബിളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിലേക്ക് ആ ഒരു പർട്ടിക്കുലർ മോഡലിലേക്ക് മാറ്റാനായിട്ട് യൂസ് ചെയ്യുന്നത്. ചാർജിങ്ങിന് Type-C കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അതുപോലെ ഇവിടെ 2 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ ചാർജിങ് ഇൻഡിക്കേറ്ററാണ്. ഒന്ന് അതിലേക്ക് വരാം. ഇത് ഓപ്പൺ ചെയ്യട്ടെ. എനിവേ, ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ UV നാനോ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ബൈ മെറിഡിയൻ എന്നും ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഇത് മെറിഡിയൻ ട്യൂൺഡ് ആയിട്ടുള്ള ട്രൂ വയർലെസ് ഹെഡ്സെറ്റാണ്. അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി അത്രയും എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മളിതിപ്പം ഇവിടെ ഇതുപോലെ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ചാർജിങ് കേസിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. തിരിച്ച് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചതിന് ശേഷം തിരിച്ച് വെക്കുമ്പോൾ ഇതിനകത്ത് UV ലൈറ്റ് ഉണ്ട്. ആ ഒരു UV ലൈറ്റ് വഴി നമ്മൾ ചെവിയിൽ നിന്ന് എടുത്ത് വെക്കുമ്പോൾ ചെവിക്കകത്ത് നിന്ന് ഈ പറഞ്ഞ ബാക്ടീരിയകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ള UV ലൈറ്റിനകത്ത് ഇരുന്ന് ഒരു 5 മിനിറ്റ് നമ്മളിത് അടച്ചു വെച്ചിരുന്നാൽ തന്നെ അത് UV ലൈറ്റിൽ ഇരുന്ന് ആ ചെവിയിൽ നിന്ന് ഉണ്ടായി അതിൻ്റെ ബഡിൽ വന്നിരിക്കുന്ന ആ ബാക്ടീരിയസ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യും. ഇപ്പോൾ എൻ്റെ ഒരു ഈ കാണുന്ന ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് മറ്റൊരാൾ ഉപയോഗിക്കുന്നിരിക്കട്ടെ, അയാൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഞാൻ ഇതിൽ തിരിച്ചു വയ്ക്കും. തിരിച്ചു വെച്ചിട്ട് പിന്നെ കണ്ടത് അതിനകത്ത് UV ലൈറ്റ്, ബ്ലൂ ലൈറ്റ് ഇപ്പോൾ കാണാം, കണ്ടില്ലേ?
അപ്പോൾ ആ ഒരു ബ്ലൂ ലൈറ്റ്, UV ലൈറ്റ്, അൾട്രാ വയലറ്റ് ലൈറ്റ് വന്നിട്ട് അതിനകത്തുള്ള ബാക്ടീരിയ നശിപ്പിക്കും. അപ്പോൾ ബാക്ടീരിയ ഫ്രീ ആയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയ ഫ്രീ ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഞാനിവിടെ പറഞ്ഞ 2 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഒന്നെന്ന് പറഞ്ഞ് ചാർജിങ് ഇൻഡിക്കേറ്ററും, ഒന്നെന്ന് പറയുന്നത് ആ ഒരു UV പ്രൊട്ടക്ഷൻ അവിടെ നടക്കുന്ന 5 മിനിറ്റ് ഉണ്ടല്ലോ അതിനെ സൂചിപ്പിക്കുന്ന, അത് കംപ്ലീറ്റ് ആയോ ഇല്ലയോ എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററുമാണ്. എന്താ അല്ലേ? അപ്പോൾ ഈ ഒരു ഇയർബഡ് നോക്കിയേ, വളരെ കുഞ്ഞ് സൈസാണ്. വളരെ എക്സാക്ട്ലി ആപ്പിൾ എയർപോഡിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ പോലെ തന്നെ വളരെ കുഞ്ഞാണ്. അതുപോലെ ഇത് ഈ പറയുന്ന ഈ ജെല്ലുണ്ടല്ലോ, അതായത് ഇയർ ജെല്ല്, ഭയങ്കര സോഫ്റ്റ് കേട്ടോ. ഒരു മെമ്മറൈൻ പോലെയാണ് നമുക്ക് അതിനകത്ത് ടച്ച് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അത്രയും ലൈറ്റായിട്ടാണ് ആ ഒരു ഇയർ ജെല്ല് അവിടെ കൊടുത്തിരിക്കുന്നത്. എനിവേ ഞാൻ ചെവിയിലേക്ക് വെക്കട്ടെ. പൊളി. ഇതിനകത്ത് ഇല്ലാത്ത ഫീച്ചറുകളൊന്നുമില്ല സത്യസന്ധമായിട്ട് പറഞ്ഞു. ഓക്കെ, ചെവിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല കോമ്പാക്ട് സൈസ്. നമ്മൾ ഒരുപാട് ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ചിലതിൻ്റെയൊക്കെ ഈ ഒരു സ്റ്റെമ്പ് എന്ന് പറയുന്ന സാധനം ലെങ്ത് ഇങ്ങനെ താഴെ വരിയിരിക്കും. പക്ഷേ ഇത് നോക്കി, ആ ഒരു സ്റ്റെം സൈസൊക്കെ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, വളരെ കോമ്പാക്റ്റ് ആണ്. അതുപോലെ ഇതിനകത്ത് സെൻസറുകളുടെ ബഹളമാണ്. ദേ ഇവിടെ ഒരു സെൻസർ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഇയർ ഡിറ്റക്ഷൻ അറിയാൻ വേണ്ടിയിട്ടുള്ള സെൻസറൊക്കെയാണ്. അപ്പോൾ ഇയർ ഡിറ്റക്ഷനുള്ള ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ ആദ്യമായിട്ടല്ല നമ്മൾ കേൾക്കുന്നത് അല്ലേ? ചെവിയിൽ നിന്ന് എടുക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട് പോസ് ആക്കുകയും തിരിച്ച് വയ്ക്കുമ്പോൾ പാട്ട് പ്ലേ ആവുകയൊക്കെ ചെയ്യും. അതുപോലെ ടച്ച് കൺട്രോളുകളില്ല നിരവധി ഹെഡ്സെറ്റുകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിനകത്തുള്ള പ്രത്യേകത, ഇതിൻ്റെ കമ്പാനിയൻ ആപ്പ് വഴി ആ ടച്ച് കൺട്രോളുകൾ നമുക്ക് വേണ്ടെങ്കിൽ ഓഫ് ചെയ്തിടാൻ സാധിക്കും. അതായത് ഈ ടച്ച് കൺട്രോളുകൾ സത്യത്തിൽ നേരത്തെയുള്ള പല ഹെഡ്സെറ്റുകളും എനിക്ക് ഒരുപാട് പ്രശ്നമുണ്ടായി. നമ്മളിവിടെ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ പെയർ ചെയ്തിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ ഷോട്ട് എടുക്കുമ്പോൾ തന്നെ കൈ അറിയാതെ തട്ടിയുമ്പോൾ പാട്ട് കേൾക്കുന്നു, പാട്ട് സ്റ്റോപ്പ് ആവുന്നു, ബഹളമാണ്. പക്ഷേ ഈ ഹെഡ്സെറ്റിൻ്റെ പ്രത്യേകത ടച്ച് കൺട്രോൾ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, ആ ടച്ച് കൺട്രോളുകൾ വേണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തിടാൻ ഇതിൻ്റെ കമ്പാനിയൻ ആപ്പ് വഴി സാധിക്കും. അങ്ങനെ ഫീച്ചറുകളുടെ ബഹളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് LG ടോൺ ഫ്രീ FP9. ഈ ഒരു UV നാനോ ചാർജിങ് ഉണ്ടല്ലോ ഇതിനകത്ത്, അത് ഇരിക്കുന്നത് കൊണ്ട് തന്നെയും നമുക്ക് ഇതിനകത്ത് പറ്റിപ്പിടിക്കുന്ന ബാക്ടീരിയകളെ ഏകദേശം 99.9% ബാക്ടീരിയകളെയും ഇതിൽ നിന്ന് നശിപ്പിക്കുമെന്നാണ് LG അവകാശപ്പെടുന്നത്. അതുപോലെ ഇതിനകത്ത് എന്നെ ഞെട്ടിച്ച മറ്റൊരു ഫീച്ചർ കൂടിയുണ്ട്, അതായത് വിസ്പറിംഗ് മോഡ്. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ചെവിയിൽ ഇത് വെച്ച് ഫോണുമായിട്ട് പെയർ ചെയ്ത് നമ്മൾ ഒരാളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു അമ്പലപ്പറമ്പാണെന്ന് കരുതിക്കോളൂ, അവിടെ വെച്ച് അയാളോട് എനിക്ക് വളരെ രഹസ്യമായിട്ടൊരു കാര്യമുണ്ട്. അപ്പോൾ ഇത്രയും ആളുകളുടെ ബഹളമുണ്ട് അല്ലേ, എല്ലാം ഓർത്തോണം. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് രഹസ്യമായിട്ട് ഈ ഹെഡ്സെറ്റിലൂടെ സംസാരിക്കണമെങ്കിൽ ഈ വലത്തെ ഇയർബഡ് എടുത്ത് പുറത്തേക്ക് എടുത്ത് ജസ്റ്റ് ദേ ഇങ്ങനെ വെച്ച് എന്ന രീതി വളരെ രഹസ്യമായിട്ട് പറഞ്ഞാൽ വിസ്പർ മോഡ് എന്ന പർട്ടിക്കുലർ മോഡ് ആക്റ്റീവായി അങ്ങേ തലയ്ക്കുള്ള ആൾ ഇത്രയും സൗണ്ടിൽ നിന്ന് പോലും വളരെ വിസ്പർ ചെയ്ത് നമ്മൾ സംസാരിക്കുന്നത് നല്ല രീതിയിൽ അങ്ങേ തലയ്ക്കുള്ള ആൾക്ക് കേൾക്കാൻ സാധിക്കും. നമ്മുടെ ഈ ഒരു ചാനലിലൂടെ തന്നെ നിരവധി ഇത്തരം പ്രീമിയം ഫീച്ചറുകളുള്ള ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവയിലൊന്നും ഈ പറഞ്ഞ പോലുള്ള പല ഫീച്ചറുകളും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു LGയുടെ പർട്ടിക്കുലർ ട്രൂ വയർലെസ് ഹെഡ്സെറ്റിനെ മാറ്റി നിർത്തുന്നത്, അല്ലെ വേറിട്ട് നിർത്തുന്നത്. അതുപോലെ ഇതിനകത്ത് IPX4 വാട്ടർ റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയും വിയർപ്പുള്ളപ്പോൾ നമ്മൾ വിയർപ്പ് തുള്ളിയിൽ ഇറങ്ങിയാലോ ഒന്നും പ്രശ്നമില്ല, മഴ നനഞ്ഞാലും പ്രശ്നമില്ല. മാത്രമല്ല ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൽ തന്നെ 3 മൈക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ്റെ അപാര സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ 3 മൈക്കുകൾ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഈ ഒരു ഭാഗത്ത് കാണാം, ഒന്ന് ഇവിടെ ആയിട്ടൊരെണ്ണം കാണാം, അതുപോലെ ഇതിനകത്ത് ഒരു മൈക്ക്. ഇത്തരത്തിൽ 3 മൈക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഫോണിലൂടെ സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെയർ ചെയ്ത് നമ്മളുടെ സൗണ്ട് മാത്രമായിട്ട് അങ്ങേ തലയ്ക്കുള്ളവർക്ക് കേൾക്കാൻ പറ്റും. മാത്രമല്ല ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉള്ളതുകൊണ്ട് തന്നെയും പുറത്തുനിന്നുള്ള സൗണ്ടിനെ പൂർണ്ണമായും കട്ട് ചെയ്ത് നമ്മൾ കേൾക്കുന്ന പാട്ടൊക്കെ നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ ഇതിനകത്ത് സാധിക്കും. ഇതിൻ്റെ ജെല്ലിനെ കുറിച്ച് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മെഡിക്കൽ ഗ്രേഡ് സിലിക്കൺ ഇയർ ജെല്ലാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു സൗണ്ട് മെറിഡിയൻ ട്യൂൺഡ് സൗണ്ടാണ്. ബ്ലൂടൂത്ത് വെർഷൻ ലേറ്റസ്റ്റ് ആണ്, 5.2 ആണ് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൽ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ബാറ്ററി കപ്പാസിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ ഇതിനകത്തുള്ള ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ ചാർജിൽ നമുക്ക് 10 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ഈ ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ ഉപയോഗിക്കാൻ സാധിക്കും. ചാർജിങ് കേസിൽ എടുത്ത് വെച്ച് ചാർജ് ചെയ്ത് 24 മണിക്കൂർ വരെയും നമുക്ക് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആണെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ ഓൺ ചെയ്താൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 6 മണിക്കൂർ സിംഗിൾ ചാർജിൽ ഉപയോഗിക്കാം, 15 മണിക്കൂർ വരെ ചാർജിങ് കേസുമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ട്. വെറും 5 മിനിറ്റ് ചാർജ് ചെയ്താൽ തന്നെ 1 മണിക്കൂർ നമുക്ക് ഇവ ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയാണ്. അപ്പോൾ ഇത്രയും ഫീച്ചറുള്ള ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൻ്റെ സൗണ്ട് ക്വാളിറ്റി നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സൗണ്ട് ക്വാളിറ്റിയിൽ
ഒരു കുറവും എൽ ജി അതുകൊണ്ട് തന്നെ വരത്തില്ല. ഇത്രയും ഫീച്ചറുകൾ ഇതിനകത്ത് ജാം പാക്ക് ചെയ്യാമെങ്കിൽ സൗണ്ട് ക്വാളിറ്റി നല്ലത് കൊടുക്കുന്നതിനാണ് പാട് അല്ലേ. അപ്പോൾ സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ ഇപ്പോൾ ബാസിന് മുൻതൂക്കം അല്ലെങ്കിൽ ട്രബിളിന് മുൻതൂക്കം അങ്ങനെ ഒന്നും ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറയട്ടെ. അത് ഇതിനകത്ത് ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത, ഈ ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൽ കണ്ടില്ലേ, ഇത് തമ്മിൽ പരസ്പരം കണക്റ്റ് ആവുന്നുണ്ട്. കണക്ട് മീൻസ് മാഗ്നറ്റിക്കലി. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് അടുത്തിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിൽ കണക്റ്റായിട്ട് വേണമെങ്കിൽ കണ്ടില്ലേ, ഒരെണ്ണം നഷ്ടപ്പെടുന്ന അവസ്ഥ വരില്ല. അത് ഈ ഒരു ചാർജിങ് കേസിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അതിനകത്ത് മാഗ്നറ്റിക്കലി അറ്റാച്ച് ആവുന്നുണ്ട്. ആ ഒരു മാഗ്നറ്റിക് പവർ കൊണ്ടാണ് അവ തമ്മിൽ അറ്റാച്ച് ആവുന്നത്. പക്ഷേ എന്നിരുന്നാലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി, എൻ്റെ കയ്യിലിരിക്കുമ്പോൾ തന്നെ ഇത് തമ്മിൽ കറക്റ്റായിട്ട് അറ്റാച്ച് ആവുന്നുണ്ട് മാഗ്നറ്റിക്കലി. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞു വന്നു. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ബാസ് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ബാസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ട്രബിൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ ഒരു കമ്പാനിയൻ ആപ്പ് വഴി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ വോയിസ് പ്രൊഫൈൽ ഏത് വേണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമാർന്ന രീതിയിലുള്ള വോയിസ് പ്രൊഫൈൽ നമുക്ക് തന്നെ ഇതിനകത്ത് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇത്രയൊക്കെ ആണെങ്കിലും ഇതിനകത്ത് ഒരു കുറവ് ഞാൻ കാണുന്നുണ്ട്. അതായത് ഒരു കുറവെന്ന് പറയുന്നത് ഇതിനകത്ത് വയർലെസ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടില്ല. ഇതൊരു പ്രീമിയം ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ ഫീച്ചറുകൾ കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. പക്ഷേ വയർലെസ് ചാർജിങ് സപ്പോർട്ട് എന്തുകൊണ്ടോ കൊടുത്തിട്ടില്ല. ചാർക്കോൾ ബ്ലാക്ക്, മോഡേൺ വൈറ്റ് എന്നീ 2 നിറങ്ങളാണ് ഈ ഒരു വയർലെസ് ഹെഡ്സെറ്റ് വരുന്നത്. നമ്മൾ പരിചയപ്പെട്ടത് മോഡേൺ വൈറ്റ് എന്ന കളർ വേരിയൻ്റ് ആണ്. അതുപോലെ എൽ ജി ടോൺ ആൻഡ് ടോക്ക് ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ആ ആപ്പ് വഴി. മാത്രമല്ല ഇയർബഡ്സ് ഫൈൻഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ആപ്ലിക്കേഷനകത്തുണ്ട്. ഇൻ കേസ് നമ്മളിത് ഉപയോഗിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഊരി വെച്ചു, ചാർജിങ് കേസിൽ വെക്കാതെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആപ്പിനകത്ത് കയറി ഇയർബഡ്സ് ഫൈൻഡർ ഓപ്ഷൻ കൊടുത്താൽ ഇതിൽ നിന്ന് ചെറിയ സൗണ്ട് കേൾക്കുകയും അതെവിടെ ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്താനും സാധിക്കും. അപ്പോൾ ഇതുവരെ നിങ്ങളിതിൻ്റെ ഫീച്ചറുകൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് അല്ലേ. ഇനി അതിലും ഞെട്ടാൻ തയ്യാറായിക്കോളൂ. കാരണം ഇതിൻ്റെ പ്രൈസ് പറയാൻ പോവുകയാണ്. പ്രൈസ് കംപ്ലീറ്റ് കേൾക്കണം, ഇടയ്ക്ക് വെച്ച് കേട്ടിട്ട് പോകരുത്. കാര്യം ഇതിൻ്റെ പ്രൈസ് എൽ ജിയുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 29,990 രൂപയാണ്. പക്ഷേ ആമസോണിൽ നിലവിൽ ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നത് 17,990 രൂപയ്ക്കാണ്. ഇത്രയും പ്രൈസുള്ള ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ഞാൻ ആമസോണിൽ നോക്കിയപ്പോൾ ഏകദേശം 4.2 റേറ്റിങ്ങിൽ 631 ആളുകൾ വാങ്ങിയിട്ട് കമൻറ്റ് തന്നെ 631 പേര് ഇട്ടിരിക്കുന്നു അവരുടെ റിവ്യൂസ്. അപ്പോൾ എത്ര പേര് വാങ്ങിയിട്ടാണ് 631 പേര് റിവ്യൂ ഇട്ടിരിക്കുന്നതെന്നോ ആലോചിക്കണം. എല്ലാവരും പറയുന്ന കാര്യം എല്ലാവരും ഇതിനകത്ത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. മാത്രമല്ല എയർപോഡിനേക്കാൾ, ആപ്പിളിൻ്റെ എയർപോഡിനേക്കാളും മച്ച് ബെറ്റർ ആണെന്നാണ് കൂടുതൽ പേരും കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് കൂടുതലായിട്ട് തോന്നുമെങ്കിൽ ഇതിൻ്റെ ഒരു ലൈറ്റർ വെർഷൻ കൂടിയുണ്ട്. FP9 പകരം FP5 നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അതിനകത്ത് 2 ഫീച്ചറുകളെ ഇല്ലാതുള്ളൂ. അതായത് ഈ UV ചാർജിങ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിനകത്തുള്ള ബാക്ടീരിയ റിമൂവിങ്ങിൻ്റെ ആ ഒരു UV അൾട്രാവയലറ്റ് പ്രോസസ്സിങ് ഇല്ലാത്തതും, അതുപോലെ പ്ലഗ് ആൻഡ് വയർലെസ് എന്ന് പറയുന്ന ഈ 3.5mm to Type C വെച്ചുകൊണ്ടുള്ള ആ ഒരു ഫീച്ചർ ഇല്ലാത്ത, ഇത് രണ്ടും ഇല്ലാത്ത FP5 എന്ന് പറയുന്ന മോഡൽ വേണമെങ്കിൽ നമുക്ക് ആമസോൺ വഴി 8,990 രൂപയ്ക്കും വാങ്ങാം. ഈ 2 ഫീച്ചറുകൾ മാത്രമേ ആ പ്രൈസിങ്ങിൽ നമുക്ക് മിസ്സാകുന്നുള്ളൂ എന്നുള്ളതും ഒരു നേട്ടമായിട്ട് എടുത്തു പറയട്ടെ. അപ്പോൾ എന്ത് തന്നെയായാലും ഈ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ഒരു രക്ഷയുമില്ല. ഫീച്ചറുകൾ കൊണ്ട് കുത്തി നിറച്ചു. എൽ ജി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇംഗ്ലീഷ് യൂട്യൂബേഴ്സൊക്കെ ചെയ്തിരിക്കുന്ന റിവ്യൂ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അതുപോലെ ഇത് ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും മാരകം, സൂപ്പർ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വീഡിയോയുടെ താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഒരുപാട് പ്രോഡക്റ്റുകൾ ഇതുപോലെ ക്യൂവിലാണ്. അതെല്ലാം എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഫോണിൽ കിട്ടാൻ നിങ്ങൾ ഇനിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്, ബൈ.